ചേച്ചിക്ക് മിസ്സായി പോയ ഏതെങ്കിലും ഒരു നായകനുണ്ടോ? ഉണ്ട്. ഒന്ന് MGR അയ്യ. കാരണം ഞാൻ സിനിമ ഫീൽഡിൽ എൻ്റർ ആകുമ്പോഴാണ് അദ്ദേഹം നവരത്നം എന്നുള്ള ആ ഫിലിം ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പൊളിറ്റിക്സ് ഇതായത്. ഹീറോയിനായിട്ട് അഭിനയിക്കാൻ പറ്റാത്ത വേറൊരു ഹീറോ മൗസാർ. കാരണം മകളായിട്ട് അഭിനയിച്ചു, അനിയത്തിയായിട്ട് അഭിനയിച്ചു, ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടില്ല. ഈ രണ്ടുപേര് മാത്രമേ ഉള്ളൂ, വേറെ എല്ലാവരുടെയും കൂടെ. അതാണ് ഈ പറഞ്ഞ പോലെ തെന്നിന്ത്യൻ താരമായിരുന്നു ചേച്ചി. വാസ് എ സൂപ്പർ സ്റ്റാർ അല്ലെ, ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ഇൻ പല ലാംഗ്വേജസ്. അപ്പോഴാണ് ചേച്ചി നമ്മുടെ ലാലേട്ടനെ കാണുന്നത്. ലാലേട്ടൻ പക്ഷേ ഈ പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ ചേച്ചി ആസ് എ സൂപ്പർ സ്റ്റാർ ചേച്ചി സെറ്റിലേക്ക് വരുന്നു, ലാലേട്ടനെ കാണുന്നു. ആ ഒരു സംഭവല്ലേ ചേച്ചി, അതെന്താന്ന് അല്ല, ഞാൻ പിന്നെ ലാലേട്ടന്റെ ഹീറോയിൻ, ഫസ്റ്റ് ഹീറോയിൻ ഞാനാണ്. ഫസ്റ്റ് ഡുവറ്റ് കേൾക്കാത്ത ശബ്ദം, ഡയറക്ടർ ബാലചന്ദ്ര മേനോൻ. ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളുടെ ഈ പടമല്ലേ ഇരിക്കുന്നത്. അതെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞ, അതായത് ടോട്ടൽ ഫിലിം ഷോൾഡറിലെടുത്ത പടം രാജാവിന്റെ മകൻ. രാജാവിന്റെ മകൻ തമ്പിച്ചായൻ ഡേറ്റ് ചോദിച്ചു വരുമ്പോ എനിക്ക് ഒറ്റ ദിവസം പോലും ഇല്ല. കാരണം തമിഴ്, തെലുങ്ക്, കന്നഡ 3 ഷിഫ്റ്റ്. കാരണം അന്ന് ടോട്ടൽ ഷൂട്ടിംഗ് മദ്രാസിലാണേ. രാവിലെ മലയാളം ചെയ്യും, ഉച്ചയ്ക്ക് തമിഴ് ചെയ്യും, രാത്രി. അങ്ങനെ എനിക്കത് ഇഷ്ടമായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ലാത്തവരഞ്ഞു എനിക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ല, പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ അവിടെ വരാൻ ആഗ്രഹിച്ചതല്ലേ. അപ്പോൾ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ ഒരിക്കലും കംപ്ലൈൻറ്റ് ചെയ്യരുത്. അതെൻ്റെ അഭിപ്രായം. സോ അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു തമ്പിച്ചായ എൻ്റെ ഡേറ്റ്. അപ്പോൾ എൻ്റെ തമ്പിച്ചായനും എൻ്റെ അമ്മയും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ പറഞ്ഞു ചേച്ചി അംബിക ഈ പടത്തിൽ അഭിനയിച്ചേ പറ്റൂ. അപ്പം അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും പറയില്ല എന്നറിയാം. തമ്പി ഇങ്ങനെ ഒന്ന് ചോദിക്കും, കൊടുക്ക് ഡേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട്, തന്നല്ലേ പറ്റൂന്ന്. അങ്ങനെ കൊടുത്ത പടം അത് അവിടെ പെറുക്കി ഇവിടെ പെറുക്കി ഇങ്ങനെ പെറുക്കി അങ്ങനെ പെറുക്കി കൊടുത്ത പടം അത്. ഈ പറഞ്ഞ പോലെ ഒന്നും ഞങ്ങൾക്ക് അതിന്റെ ബാക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ കാണുന്നത് ഒരു ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റ് അല്ലെ. അതും മാത്രല്ല ചേച്ചിയുടെ ഒരു എന്തോ ഒരു രാശി, ഐ മീൻ സ്റ്റിൽ ടച്ച് വുഡ് ഒന്നും വരാതിരിക്കട്ടെ ദേവി, ആ ഒരു രാശി അല്ലെങ്കിൽ ചേച്ചിയുടെ ഒരു എന്താ പറയാ ഓറ എന്ന് പറയുന്നത് സംതിങ് ഗ്രേറ്റ്. ബിക്കോസ് ചേച്ചി തൊടുന്നെല്ലാം ബിക്കംസ് ഹിറ്റ് അല്ലെ. ചേച്ചി അഭിനയിച്ചതിൽ എനിക്ക് തോന്നുന്നു 3/4 പടം ആണ്. വേറൊന്നും എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ സിനിമ അഭിനയിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ എത്ര പടങ്ങൾക്ക് അംഗപ്രദക്ഷിണം അടിപ്രദക്ഷിണം ഒക്കെ ചെയ്തിട്ടുണ്ടെന്നറിയോ ഹിറ്റാവാൻ? ശരിക്കും 21 ദിവസം വെജിറ്റേറിയൻ ഫുഡ് പിന്നെ വ്രതം ഇരുന്നിട്ട് മറ്റേ അടിപ്രദക്ഷിണം അറിയില്ല, അത് ചെയ്തിട്ടുണ്ട്. അംഗപ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ തമിഴ് പടം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീനേജർ 21 ആയിട്ടില്ല, ആ സമയത്ത് ശിവാജി സാറിൻ്റെ കൂടെ ഒരു ഫിലിം വന്നു, വാഴ്ക്കൈ. അതിലാണ് എനിക്ക് കലൈമാമണി അവാർഡ് കിട്ടിയത്. ആ സമയത്ത് എല്ലാവരും കൂടെ എന്നെ അങ്ങ് പറഞ്ഞു പേടിപ്പിച്ചു. ശിവാജി സാറിന്റെ കൂടെ ഹീറോയിനായിട്ട് അഭിനയിച്ചു. ഇനിയിപ്പം KR വിജയ, സുജാത ചേച്ചി ആ ഒരു അമ്മ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് വിടും. എനിക്കോ ടെൻഷൻ. ആ സമയത്താണ് വേറെ 2 പടം കൂടെ റിലീസായത്. ഞാൻ പാടും പാടലാണോ കാക്കച്ചേട്ടാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എനിക്ക് ഹിറ്റായില്ലേ പറ്റൂ. അത് എന്റെ ദൈവമേ, ഇത് പ്രാർത്ഥിക്കാൻ ആ 2 പടങ്ങളും ഹിറ്റാവണം എന്നുള്ളത് പ്രാർത്ഥിക്കാനാണ് അംഗപ്രദർശനം ചെയ്തത്. 2 പടവും ഹിറ്റ്. അതില് കലൈമാമണി വന്നിട്ട് ശിവാജി സാർ പറഞ്ഞു இந்த പടத்துக்கு ഉനക്ക് അവാർഡ് വരുമെന്ന് കിട്ടുകയും ചെയ്തു. ചേച്ചി ഫിലിമിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് ആദ്യം മൂലം പറയണം. ചേച്ചി ഇപ്പൊ 6-ാം വയസ്സിൽ സ്ക്രീനിൽ കണ്ടു അഭിനയിക്കണം എന്ന് നിശ്ചയിച്ചു. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഒരു വരണ്ടേ, ആരെങ്കിലും ഒക്കെ അറിയണ്ടേ, പരിചയപ്പെടണ്ടേ. മറ്റേ നമ്മുടെ ഒരു നോർമൽ ഫാമിലി, നമ്മളെ ഫാമിലിയിലൂടെ പോയി ഫിലിം കാണുന്നു, ഇതല്ലേ ഉള്ളൂ. നെക്സ്റ്റ് ചേച്ചിയുടെ ജേർണി ടുവേർഡ്സ് സ്ക്രീൻ, അതാണ് ഞങ്ങൾക്ക് അറിയണ്ടേ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സ്കൂളിലെ എല്ലാ കോമ്പറ്റീഷനും ഞാൻ പങ്കെടുക്കും, സ്പോർട്സ് ഒഴികെ. ഒരു സ്പോർട്സിലും ഞാൻ കാണില്ല. പക്ഷെ എന്താ അറിയില്ല, എനിക്കറിയാന്നുള്ള ആകെ ഉള്ള സ്പോർട്സ് ഉറക്കം, തീറ്റ, 2 മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്പോർട്സും എനിക്കില്ല. പിന്നെ പാട്ട്, ഡാൻസ്, എഴുത്ത്, മോണോ ആക്ട്, മിമിക്രി, ഫാൻസി ഡ്രസ്സ് എല്ലാത്തിനും ഉണ്ടാവും. പദ്യപാരായണം എല്ലാത്തിനും ഉണ്ടാവും. എല്ലാത്തിനും പ്രൈസും വാങ്ങിക്കും. ട്രിവാൻഡ്രത്ത് 2-3 കോമ്പറ്റീഷൻ പങ്കെടുത്തപ്പം ഒരു പ്രാവശ്യം ഭാര്യ ചേച്ചി എനിക്ക് അവാർഡ് തന്ന. അപ്പം അവാർഡ് വാങ്ങിക്കും, പോവും, വീണ്ടും തിരിച്ചു വരും, അവാർഡ് വാങ്ങിക്കും, പോവും. അപ്പൊ എൻ്റെ അടുത്ത് ഭാര്യ ചേച്ചി പറഞ്ഞു, നീ ഇവിടെ തന്നെ നിൽക്കു വെച്ചു, എല്ലാം വാങ്ങിച്ചിട്ട് പോകുന്നു. അത് കഴിഞ്ഞ് വേറൊരു ഫംഗ്ഷൻ വന്നപ്പോ മൗസാർ വരുന്നു, ഇത് പോകുന്നു. അപ്പോഴാണ് പിന്നെ ഉമാ സ്റ്റുഡിയോ തുടങ്ങാൻ പോകുന്നു എന്ന് അറിഞ്ഞത്. അപ്പൊ അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാർ സ്റ്റുഡിയോ തുടങ്ങാൻ പോകുന്നു എന്ന് അറിഞ്ഞു. ഞാൻ ആ സിനിമ അതിന്റെ ഇടയിൽ കൂടെ ഈ ഓണത്തിന്റെ ഇടയിൽ പൊട്ടുവെച്ചിടല്ലേ. അതെ, എവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും എനിക്ക് പോകണമെന്ന് ആഗ്രഹം. അതിനുശേഷമാണ് ഈ ചോറ്റാനിക്കരമ്മ ഷൂട്ടിംഗ് നടക്കുന്ന മെരിലാൻഡിൽ നടക്കുന്നു എന്ന് പറഞ്ഞു പോയി. ഭയങ്കര സങ്കടം, പടം തീർന്നുപോയി.
അതുപോലെ ഡയറക്ടർ പറഞ്ഞു ഒരു 2 ആഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ കൊച്ചേ ആ ക്യാരക്ടർ നീ ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു അപ്പം പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് ഫ്രെയിമിൽ എന്നെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു. അതുപോലെ ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം മേക്കപ്പ് മാൻ വേലപ്പൻ എന്ന് പറഞ്ഞു, അദ്ദേഹമാണ് മേക്കപ്പ് ഇടുന്നത്. മേക്കപ്പ് ഇട്ട് വന്ന് നിന്നപ്പം ക്യാമറാമാൻ പറഞ്ഞു കാണാൻ നല്ല ഭംഗിയുണ്ട്, നീ വലിയ ആർട്ടിസ്റ്റായിട്ട് വരുന്നു. തെലുങ്കിലും ക്യാമറാമാൻ താര പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അതെ, സന്തോഷം മാത്രമല്ല സുന്ദരി എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു അഹങ്കാരമൊക്കെ വരുമല്ലോ, ഒരു വലിയ അഹങ്കാരമൊക്കെ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ചോറ്റാനിക്കര അമ്മ കഴിഞ്ഞു, ധീരസമീരെ വന്നു. പിന്നെ കുറെ പടങ്ങൾ കുഞ്ഞു പിള്ളേരുടെ. അത് കഴിയുമ്പോൾ ഈ നമ്മുടെ ഫീൽഡിനൊരു കുഴപ്പമുണ്ട്, ഈ ഒന്നുകിൽ കൊച്ചുകുട്ടി ഇല്ലെങ്കിൽ ഹീറോയിൻ, ഇടയിൽ ഈ ഒരു സിസ്റ്റർ ക്യാരക്ടർ എന്നും പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. സ്റ്റക്കായി കഴിഞ്ഞാൽ സ്റ്റക്കാവും, പിന്നെ സിസ്റ്റർ ആയിരിക്കും. അപ്പൊ ആ സമയം വന്നപ്പോ വിചാരിച്ചു വേണ്ട, ഇനിയിപ്പം അതായത് ഇപ്പൊ വേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് വന്നിട്ട് 2 പ്രൊഫഷനായിരുന്നു എനിക്കിഷ്ടം. ഒന്നുകിൽ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ പോലീസ് ഓഫീസർ. അതായിരുന്നു എന്റെ ഇഷ്ടം. എനിക്ക് അഡ്വക്കേറ്റ് ആയിരുന്നു നമ്പർ 1 പ്രിഫറൻസ്. അച്ഛൻ പറഞ്ഞു നിന്റെ പേഴ്സണാലിറ്റിക്ക് നീ പോലീസ് ഓഫീസർ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഇത് രണ്ടുമായിരുന്നു ആഗ്രഹം. അപ്പോഴാണ് സീത എന്നും പറഞ്ഞൊരു നോവലില്ലേ, എം മുകുന്ദന്റെ സീത എന്നും പറഞ്ഞൊരു നോവൽ പിന്നെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ട്രിവാൻഡ്രത്തുള്ള ശ്രീകുമാർ, അദ്ദേഹം ഡയറക്ടർ ഗോവിന്ദൻ, ഇവരൊക്കെ കൂടെ എന്നെ കാണാൻ വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അതെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. വന്നിട്ട് ആ സമയത്താണ് ഈ പടം ചെയ്യുന്നത്. പക്ഷെ ആദ്യം ചെയ്തത് അതാണെങ്കിലും റിലീസാകുമ്പോൾ ഒരുപാട് സമയമായി. ഫസ്റ്റ് റിലീസായത് ലജ്ജാവതിയായിരുന്നു. ഡയറക്ടർ പ്രേംകുമാർ, ശശികുമാർ സാറിന്റെ അസോസിയേറ്റ്, ലജ്ജാവതി. അതിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം കുമാരി അംബിക. അതിപ്പോഴും സ്ക്രീൻഷോട്ട്, ഇപ്പോഴൊക്കെ പിന്നെ യൂട്യൂബ് അതൊക്കെ വന്നുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ ഒരു സന്തോഷം. പക്ഷെ അതൊരു ഹിറ്റായില്ല. പക്ഷെ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നീലത്താമര വന്നു, അത് കയറി അങ്ങ് ഹിറ്റായി. അതോടുകൂടി മാറി നീലത്താമര നടിയായി. കാരണം അന്നൊക്കെ വന്നിട്ട് ഗോസിപ്പ് എഴുതുമ്പോൾ ഒരു വേർഡ് വേണമല്ലോ, നീലത്താമര നടി, അങ്ങാടി നടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മലയാളത്തില് നീലത്താമര നടിയും, തമിഴില് പിന്നെ സകലകലാവല്ലവൻ ഹിറ്റ് ആയതുകൊണ്ട് കട്ടവണ്ടി കട്ടവണ്ടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആക്ച്വലി ചേച്ചി മലയാളത്തിൽ രജിസ്റ്റേർഡ് ആയതിനു ശേഷമാണ് തമിഴിലേക്ക് പോയത്. തമിഴിലേക്ക് ഫസ്റ്റ് കമലഹാസൻ സാറിന്റെ കൂടെയാണ്. അതെ അതെ, അതായത് അല്ല ആദ്യം ഞാന് ദ്വീപ് എന്നും പറഞ്ഞൊരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭ ചേച്ചി എന്നെ ഒരു പടത്തിന് റെക്കമെൻഡ് ചെയ്തു. മരിച്ചുപോയ ശോഭ ചേച്ചി, ഭയങ്കര ക്ലോസ് ആയിരുന്നു ഞങ്ങള്. ചേച്ചി റെക്കമെൻഡ് ചെയ്ത് ചക്കളത്തി എന്നും പറഞ്ഞൊരു പടം, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തമിഴില് അത് ചെയ്യുന്ന ഇതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഞങ്ങള് കമലഹാസൻ പുള്ളിക്കാരൻ എറണാകുളത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നപ്പോൾ കാണാൻ പോയായിരുന്നു. കാണാൻ പോയപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അതെ, മലയാളമൊക്കെ അഭിനയിച്ചിട്ട് തമിഴിലോട്ട് വാ, ഞാൻ റെക്കമെൻഡ് ചെയ്യാം പറഞ്ഞങ്ങ് വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണെന്ന് അറിയില്ല, എൻ്റെ കുറേ പടങ്ങളൊക്കെ വന്നു. അദ്ദേഹം കണ്ടു കഴിഞ്ഞ ശേഷം പ്രേമാഭിഷേകം എന്നും പറഞ്ഞൊരു പടത്തിനും ഞാനും ഒരു തൊഴിലാളി എന്നും പറഞ്ഞൊരു പടത്തിനും എന്നെ റെക്കമെൻഡ് ചെയ്തു. അപ്പം ഞാൻ ചക്കളത്തി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനും ഒരു തൊഴിലാളി അഭിനയിക്കാൻ പോകുമ്പോൾ അത് 3 ലാംഗ്വേജ്, ഇദ്ദേഹം ഹീറോ. മൂന്നിലും തമിഴ്, തെലുഗു, ആദ്യമായിട്ടാ ജീവിതത്തിലെ കന്നഡ ലാംഗ്വേജ് കേൾക്കുന്നത്.